പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവിൻ്റെ അത്ഭുതവും അനുഗ്രഹം ദയ സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ ഈശ്വർ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज की यीशु में समृद्धि के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूँ. എൻ്റെ പേര് ഹരീഷ് ഇതിരതി. ഞങ്ങൾ രണ്ടുപേരോട് യേശു കർത്താവിൻ്റെ സുവിശേഷ വേല ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിലെ ഹരിയാന സ്റ്റേറ്റിൽ ചെയ്യുന്നു. ഇതുവരെയുള്ള അങ്ങയുടെയും അങ്ങയുടെ കുടുംബത്തിൻ്റെയും സപ്പോർട്ടുകൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം നന്ദി. അറിഞ്ഞു കാണുമല്ലോ, കഴിഞ്ഞ ഏപ്രിൽ 23-24 സൺഡേ ദിവസം കുറച്ച് സുവിശേഷ വിരോധികൾ വന്ന് ചർച്ച് അറ്റാക്ക് ചെയ്തു. ഒത്തിരി പ്രശ്നങ്ങളായി, കേസും കാര്യങ്ങളിലും ഒക്കെ കൂടെ പോയി. FIR ഒന്നും രജിസ്റ്റർ ആയില്ല ദൈവാനുഗ്രഹം കൊണ്ട്. പക്ഷേ 1.5 മാസക്കാലം ഞങ്ങൾ അതിൻ്റെ പുറകെ ആയിരുന്നു. ഒത്തിരി എൻക്വയറികളും ക്വസ്റ്റ്യനും പോലീസ് സ്റ്റേഷനും ക്രൈം ബ്രാഞ്ചും അവരും എല്ലാം പുറകെ നടക്കുകയായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കാരണം അങ്ങോട്ട് ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോകാതെ കർത്താവ് രക്ഷപ്പെടുത്തി. പ്രാർത്ഥനകൾക്ക് നന്ദി. നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിനും കർത്താവിൻ്റെ വർക്കുകൾക്കും ഇനിയും സഭ വളരാനും വലിയ ലെവലുകളിലേക്ക് പോകാനും പ്രാർത്ഥിക്കണം. നമ്മളെ ഒന്നും ലിമിറ്റ് ചെയ്യാതെ. ഇപ്പോൾ കർത്താവിൻ്റെ സഭ 700 പേര് വന്ന് ആരാധിക്കുന്നു. പലരും അത് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, ഇതിനു മേളിൽ നീ വളരണ്ടെന്ന്. പക്ഷേ പ്രാർത്ഥിക്കണം, ഇത് 700 അല്ല, 7000-ലേക്ക് 1.5 വർഷക്കാലം കൊണ്ട് ഈ സഭ വളരുമെന്നും അതിനുവേണ്ടി ഡിക്ലെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. യേശു അനുഗ്രഹിക്കട്ടെ. इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके फरीदाबाद में जो हरियाणा क्षेत्र में है वहाँ पे सेवकाई करते हैं. अब तक जो आपने हमारे लिए प्रार्थनाएं की, आपके योगदान जो मिनिस्ट्री के लिए आपने, सेवकाई के लिए आपने भेजा, हम उसके लिए धन्यवाद करते हैं. और मैं आपसे निवेदन करता हूँ कि आप मेरे और मेरे परिवार के लिए लगातार प्रार्थना करते रहिए. जैसे आप जानते हैं कि आप लगातार अगर इस संदेशों को सुनते हैं, यीशु में समृद्धि के इस संदेशों को आप सुनते हैं, आप जानते हैं कि पिछले महीने अप्रैल 23-24 के बीच में एक संडे जब सभा चल रहा था तो कुछ एंटी मसीह लोग, एंटी क्रिश्चियंस जो हैं वो आए और उन्होंने सभा के बीच में सभा को रुकवाने की कोशिश की. बट मैं परमेश्वर का धन्यवाद करता हूँ कि परमेश्वर ने ऐसा कुछ होने नहीं दिया. कोई FIR नहीं हुआ, बट परमेश्वर हमारे साथ रहा. सो आपने प्रार्थनाओं को करते रहना है और ये भी प्रार्थना करनी है कि परमेश्वर नॉर्थ इंडिया में ये सेवकाई बड़ी तेज़ी से कार्य करे. कुछ लोग होते हैं, बोलते हैं कि सभा सिर्फ इतना ही होना चाहिए, इससे ज़्यादा नहीं बढ़ना चाहिए. तो ऐसी शक्तियों के अगेंस्ट भी प्रार्थना करना है. बोलना है कि परमेश्वर, अगर किसी ने बोला कि अभी 700 लोग हैं तो 700 लोग नहीं, बट वो 7000 तक पहुँचे अगले 1-1.5 साल में. सो आप निरंतर हमारे साथ प्रार्थना में जुड़े रहें. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഡാനിയൽ 1-ാമത്തെ അധ്യായം പഠിച്ചു. അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഞങ്ങളുടെ ചർച്ചിൻ്റെ യൂട്യൂബ് ചാനൽ മലയാളം സെർമൺസ് എന്നുള്ള ഒരു ചാനലുണ്ട്, അതിനകത്തിൽ അവൈലബിൾ ആണ്. അത് ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ 2-ാമത്തെ അധ്യായം നെബൂഖദ്നേസറിൻ്റെ ഡാനിയലിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഒത്തിരി വായിക്കണം. പക്ഷേ ഇതിൻ്റെ ഈ ബുക്കിൻ്റെ ഒരു സാരാംശം ഞാൻ പറഞ്ഞുതരാം. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അങ്ങേർക്ക് അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആ രാജ്യത്തെ മന്ത്രവാദികളെയും തന്ത്രമന്ത്രവാദികളെയും എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഈ സ്വപ്നവും പറയണം, സ്വപ്നത്തിൻ്റെ അർത്ഥവും പറയണം. അപ്പോൾ അവന്മാരെല്ലാം പറഞ്ഞു, ഇതെന്തോ പറയുന്നത്, നിങ്ങൾ കണ്ട സ്വപ്നം പറ. പക്ഷേ അയാൾ പറഞ്ഞു, ഇനി പണിയൊന്നും നടക്കത്തില്ല, പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും നശിപ്പിക്കും, എല്ലാവരെയും കൊന്നുകളയെന്ന് പറഞ്ഞു. അവസാനം ഇത് ഡാനിയലിൻ്റെ മുമ്പിലെത്തി. ഡാനിയൽ പ്രാർത്ഥിച്ചു. ഡാനിയലിനോട് ദൈവം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്തു. ഡാനിയലിന് പ്രൊമോഷൻ കിട്ടി. അതിൻ്റെ അർത്ഥം പ്രൊഫറ്റിക്കൽ ഡ്രീം ആയിരുന്നു. അതാണ് ആ ഒരു ബുക്ക് ഓഫ് ഡാനിയലിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ. നിങ്ങളിപ്പം ഒന്നെടുത്ത് പഠിക്കുകയായിരുന്നെങ്കിൽ ഈ എപ്പിസോഡ് കഴിഞ്ഞ് വളരെ നല്ലതായിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന, പ്രീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഇന്ന് തരുന്ന മെസ്സേജ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. और पिछले हफ्ते हमने दानियल 1 अध्याय सीखा, समझा, और आज दानियल 2 अध्याय में से हम सीखेंगे. और ये अध्याय मैं पढ़ूंगा नहीं, बट उसका सारांश मैं आपको बताऊंगा कि जो नेबुकदनेस्सर राजा था उसने एक सपना देखा. और जब उसको सपना देखा उसको अर्थ नहीं समझ आया. सो उसने अपने तंत्रियों और मंत्रियों सबको बुलाया और बोला, मैंने एक सपना देखा, तुम्हें सपने का अर्थ बताना है. तो जो मंत्री लोग थे उन्होंने बोला कि आप सपना बताओ. बोलते, मैं सपना नहीं बताऊंगा, तुम लोगों को ही बताना पड़ेगा मैंने क्या सपना देखा, और अर्थ भी तुम्हें बताना पड़ेगा. सो लोगों ने पूछा, ऐसे कैसे हो सकता है कि हम सपना आपका कैसे बताएं और अर्थ भी कैसे बताएं जब तक हमें पता ही नहीं आपने सपना क्या देखा. राजा ने बोला, तुम्हें दोनों ही चीज़ें बतानी पड़ेगी. अगर तुमने ऐसा नहीं किया तो मैं सबको मार डालूंगा. और जब दानियल तक ये संदेश पहुंचा और दानियल को जब पता चला, फिर दानियल के साथ क्या हुआ, दानियल ने कैसे उस सपने का मतलब बताया, सपने के बारे में बताया, वो आज हम सीखेंगे. പലപ്പോഴും ഹ്യൂമൻ വിസ്ഡം, മനുഷ്യൻ്റെ ബുദ്ധി ഒത്തിരി സമയങ്ങളിലും ഫെയിലാകും. ഈ രാജാവ് ബുദ്ധിയുള്ള ഒരു രാജാവ്, പഠിത്തമുള്ള ഒരു രാജാവ്, വലിയ ദേശങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ബിൽഡ് ചെയ്ത രാജാവ്. പക്ഷേ അദ്ദേഹത്തിന് പോലും ചില ദൈവം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ,
നമ്മുടെ ലൈഫിലും ഒരു സ്പിരിച്വൽ ഫാദർ, നമ്മുടെ ഒരു ആത്മീയ പിതാവ്, നമ്മൾ പോകുന്ന സഭയിൽ നമ്മുടെ പാസ്റ്റർ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റാത്ത സമയത്ത് ചോദിക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണം. അതുപോലെ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് പറയണം, കർത്താവ് ഈ അർത്ഥം സ്വപ്നം കണ്ടതിൻ്റെ ആയിരിക്കാം, ഇപ്പോൾ ചിലപ്പം ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സിനാരിയോസ്, സിറ്റുവേഷൻസ്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, നീ എന്നോട് എന്താണ് കൺവേ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അതൊക്കെ ഒന്നിരുന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് ഒത്തിരി സമയങ്ങളിൽ ഗുണം ചെയ്യും. കാരണം മനുഷ്യൻ്റെ വിസ്ഡം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധി പലപ്പോഴും ഫെയിലാവും. जब आप सीखते हैं नबूकदनेस्सर राजा के बारे में आप सीखेंगे तो वो बुद्धिमान व्यक्ति था और बहुत सारी चीज़ों का उसने निर्माण किया, एक राज्य को वो चलाता था, बट जब उसने सपना देखा उसको भी वो सपने का अर्थ नहीं पता चला. तो मनुष्य का जो बुद्धि है वो फेल हो जाता है और मनुष्य की बुद्धि के ऊपर हमें कॉन्फिडेंस नहीं रखना, अपना जो है निर्बलता उस पर नहीं दिखाना, बट परमेश्वर के ऊपर, जो परमेश्वर की ओर से बुद्धि दिया जाता है उसके ऊपर हमें ट्रस्ट करना पड़ता है और उसी के ऊपर जब चलते हैं हम सफलता को प्राप्त करते हैं. ഹല്ലേലൂയ. അതുപോലെ ഡാനിയലിൻ്റെ ഇത് എല്ലാ മന്ത്രവാദികളെയും ബുദ്ധിമാന്മാരെയും രാജാവിൻ്റെ അഡ്വൈസർമാരെ എല്ലാം കൊല്ലാൻ പോകുകയെന്ന് ഓർഡർ വന്നു. ഡാനിയലിനെയും കൊല്ലാൻ വരുമായിരുന്നു ഭടന്മാർ. അപ്പോൾ ഡാനിയൽ പറഞ്ഞു, ആരെയും കൊല്ലരുത്, എനിക്ക് ഒരു ദിവസത്തെ സമയം താ, ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചാൽ സ്വപ്നങ്ങളുടെ അർത്ഥവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്, അദ്ദേഹം എന്നോട് ഇതെല്ലാം റിവീൽ ചെയ്യും. ഒന്ന്, ഡാനിയലിന് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. ഡാനിയൽ ഫെയിലിയർ ആകാൻ തയ്യാറായില്ല. ഡാനിയൽ ആ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല. ഡാനിയൽ പിന്നെയും പ്രാർത്ഥിച്ചു, ദൈവത്തിന് മുന്നിലോട്ട് പോയി. കർത്താവ് അവിടെ സ്വപ്നങ്ങളുടെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ഡാനിയലിനെ മാത്രമല്ല, ഡാനിയലിൽ കൂടെ മറ്റുള്ള മന്ത്രിമാരെയും മറ്റുള്ള അഡ്വൈസർമാരെയും മറ്റുള്ള കൗൺസിലേഴ്സിനെയും ക്യാബിനറ്റ് മിനിസ്റ്റർമാരെ എല്ലാം ദൈവം രക്ഷിക്കുകയും ചെയ്തു അവിടെ. और जब नबूकदनेस्सर को समझ आ गया कि उसके जो मंत्री लोग थे वो उसके सपने का अर्थ और सपना नहीं बता सकते थे और राजा ने बोला कि भाई तुम लोगों को मैं मार दूंगा. जब दानियल तक ये बात पहुंची, दानियल ने बोला ठीक है, मुझे 1 दिन का समय दो, मैं प्रार्थना में जाऊंगा और प्रार्थना में प्रभु यीशु मसीह से मैं मांगूंगा, परमेश्वर से बोलूँगा, परमेश्वर तू मुझे वो सपना भी दिखा और सपने का अर्थ भी दिखा. और जैसे वो प्रार्थना में गया, परमेश्वर ने ऐसा ही किया. परमेश्वर ने उसको बुद्धि दिया, परमेश्वर ने उसको बताया कि क्या सपना था और सपने का अर्थ भी बताया. और दानियल के उस एक चरित्र के द्वारा, उस प्रार्थना के उस चरित्र के द्वारा सिर्फ दानियल ही नहीं बट बहुत सारे लोग बचे गए, क्योंकि राजा ने बोला था अगर सपना नहीं बताओगे, अर्थ नहीं बताओगे, मैं तुम सब लोगों को मार दूंगा. सो दानियल ही नहीं बचा, बट दानियल के साथ साथ जो राजा के जो कैबिनेट मिनिस्टर्स थे, मंत्रियां थे, जो उनके इर्द गिर्द घूमते थे, दानियल ने उनको भी बचाया, उनकी भी सुरक्षा की. ഒന്ന്, ഡാനിയൽ കർത്താവിൽ അൺസർട്ടൺ ടൈമിലും വിശ്വസിച്ചു. നമ്മുടെ ലൈഫിൽ ചില ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും മുമ്പേ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും, വൈഫിനോട് ചോദിക്കും, ഹസ്ബൻഡിനോട് ചോദിക്കും, മക്കളോട് ചോദിക്കും, റിലേറ്റീവ്സിനോട് ചോദിക്കും. ഒരു വിശ്വാസിയും ഒരു നോർമൽ ആളും ചെയ്യുന്ന കാര്യം എന്തുവാ? നോർമൽ ആളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. വിശ്വാസം ഇല്ലാത്ത ഒരാൾ, കർത്താവിനെ അറിയാത്ത ആൾ. സോ പലപ്പോഴും ദൈവത്തിനെ നമ്മുടെ ഇക്വേഷനിലേക്ക്, ദൈവത്തിനെ നമ്മുടെ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ദൈവം പല കാര്യങ്ങൾ റിവീൽ ചെയ്യും. അവിടെ നമുക്ക് ബുദ്ധി തരും. നീ ഇന്ന സ്റ്റെപ്പ് എടുക്കുക, ഇന്ന രീതിയിൽ സംസാരിക്കുക, ഇന്ന കാര്യം ചെയ്യുക, ഇന്ന കാര്യം ചെയ്യണ്ട, ഇന്നിടത്തോട്ട് പോവുക, ഇന്നിടത്തോട്ട് പോകണ്ട, ഇന്ന സ്റ്റെപ്പ് എടുക്കുക. ബിസിനസ്സിലും ജോലിയിലും എല്ലായിടത്തും കർത്താവ് നമ്മൾ ഡയറക്റ്റ് ചെയ്യും. സോ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം. നമ്മൾ ദൈവത്തിനെ ഇൻവൈറ്റ് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്. നമുക്ക് മനസ്സിലാകാത്ത സമയത്ത് ദൈവത്തിനോട് പറയും, കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഈ കണ്ടിന്യൂസ് കുടുംബത്തിലെ ഈ അസുഖങ്ങൾ എന്താ, കണ്ടിന്യൂസ് ഈ പ്രശ്നങ്ങൾ ലൈഫിൽ എന്താ നടക്കുന്നത്, അതൊന്ന് ചോദിക്കുക. ദൈവം അനുഗ്രഹിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. और दानियल के इस चरित्र से हमें एक और चीज़ सीखने को मिलता है कि जब ऐसे सिचुएशन आते हैं, जब टाइम आता है हमें पता ही नहीं है कि क्या होने वाला है, उस टाइम पे भी दानियल प्रार्थना करने गया. सो आप और मैं ये सीख सकते हैं कि जब हम अनसर्टन सिचुएशंस में, परिस्थितियों में जाते हैं, हमें पता नहीं है कि कल क्या होगा, हमारे साथ क्या होने वाला है, शत्रु ने क्या सोच रखा है, हमारे जॉब में क्या होगा, करियर में क्या होगा. उस समय हम अपने दोस्तों से या पत्नी से या बच्चों से या अलग अलग लोगों से उनका सुझाव लेने के लिए जाते हैं, बट उससे कई पहले हमें परमेश्वर के सामने जाना है, परमेश्वर से पूछना है कि परमेश्वर तू क्या चाहता है, इस सिचुएशन में मैं क्या करूं. और जब हम प्रार्थना में जाते हैं, परमेश्वर हमें सही मार्ग दिखाता है, सही रास्तों पे लेके चलता है.
ഡാനിയൽ 20-ന്റെ 21, 22, 23 ഡാനിയൽ ദൈവത്തിൻ്റെ മുന്നിലോട്ട് പോയ സമയത്ത് ഡാനിയൽ പ്രാർത്ഥിച്ചു. ഒരു അമേസിങ് ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്ക് സ്തുതിക്കുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായതുള്ള വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ച രാജാവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക്കുന്ന കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. और दानियल 2 के 20 21 पढ़ लीजिए. 21 पढ़ेंगे. समयों और ऋतुओं को वही बदलता है, राजाओं का अस्त और उदय भी वही करता है, बुद्धिमानों को बुद्धि और समझ वालों को समझ भी वही देता है. ഡാനിയൽ പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ, കർത്താവ് വലിയവനായത് നീയാണല്ലോ. കർത്താവ് ബുദ്ധിയും ജ്ഞാനവും ബലവും തരുന്നവൻ നീയാണല്ലോ. ഒരു രാജാവിനെ ഉയർത്തുന്നതും മറ്റൊരു രാജാവിനെ താഴെയിടുന്നതും, ഒരു MLA ഉയർത്തുന്നതും ഒരു MLA മാറ്റുന്നതും, ഒരു MP ഉയർത്തുന്നതും ഒരു MP മാറ്റുന്നതും, ഒരു പ്രൈം മിനിസ്റ്ററിനെ ഉയർത്തും ഒരു പ്രൈം മിനിസ്റ്ററിനെ മാറ്റുന്നതും, ഒരു ഭരണകക്ഷിയെ ഉയർത്തുന്നതും മറ്റത് മാറ്റുന്നതും എല്ലാം നീയാണല്ലോ കർത്താവേ. ലിറ്ററലി ദൈവം തമ്പുരാനാണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ദേശത്തിനെ ആര് ഭരിക്കണം, ഏത് രാജാവ് വന്നിരിക്കണം, ഏത് പാസ്റ്റർ ഇരിക്കണം, ഏത് കാര്യങ്ങൾ ഇത് ചെയ്യണം, ഏത് ബിസിനസ് മേളിലോട്ട് പോകണം, ഏത് താഴോട്ട് പോകണം. നമ്മൾ കർത്താവിൻ്റെ സോവർണിറ്റിയുടെ താഴെ, അദ്ദേഹത്തിൻ്റെ പ്രഭുത്വത്തിന് താഴെ അധീനമായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, എനിക്കൊരു കസേര തരുന്നത് ദൈവമാണ്, പ്രമോഷൻ തരുന്ന ദൈവമാണ്. എന്നെ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കണം, നല്ലൊരു ഭർത്താവിനെ തന്ന്, നല്ലൊരു ഭാര്യയെ തന്ന് എന്നെ അനുഗ്രഹിക്കുന്ന നീയാ. ഒരു മക്കളില്ലാത്ത ഒരു കുടുംബമായിരിക്കും, മക്കളെ തന്ന്, തലമുറകളെ തന്ന് അനുഗ്രഹിക്കുന്ന നീയാ. സ്വർണം തന്ന് അനുഗ്രഹിക്കുന്ന നീയാ. വസ്തുവകൾ തന്ന് അനുഗ്രഹിക്കുന്ന നീയാ. വണ്ടി തന്ന് അനുഗ്രഹിക്കുന്ന നീയാ. സഭയ്ക്ക് ബിൽഡിംഗ് തന്ന് അനുഗ്രഹിക്കുന്ന നീയാ. എല്ലാം തന്ന് അനുഗ്രഹിക്കുന്ന നീയാ. നമ്മളത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ദൈവം കൊണ്ടുവരും. और दानियल ने यहाँ पे परमेश्वर से प्रार्थना करना शुरू किया, परमेश्वर के नाम को महिमा देना शुरू किया. दानियल ने ऐसे बोला कि परमेश्वर तेरा नाम तो धन्य है और तू ही बुद्धि और पराक्रम तुझी में है, और समय, सीजन्स, ऋतुओं को, जो अगुओं को तू ही चेंज करता है. तो दानियल ने ये प्रार्थना की कि परमेश्वर, जो MLA को किसी को उठाना, किसी को गिराना, कोई अगुए को उठाना, किसी को गिराना, वो सब तेरे हाथों में है, सब कुछ तेरे हाथों में है. दानियल ने परमेश्वर प्रभुता को जाना, समझा, उसका धन्यवाद किया, और दानियल को समझ आ गया कि हर चीज़ प्रभु के हाथ में है, और दानियल ने परमेश्वर के उस नाम को धन्यवाद करना शुरू किया. എൻ്റെ പ്രാർത്ഥനയാണ് ഈ സമയത്ത് ഈ സെൻറ്റൻസ് ഒന്ന് പ്രാർത്ഥിക്കുക, ഈ വചനം എടുത്ത് പ്രാർത്ഥിക്കുക, എന്നിട്ട് കർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. इस समय मैं आपसे ये कहना चाहता हूँ कि आप 1 सेकंड लेके परमेश्वर के नाम को धन्यवाद कीजिए, परमेश्वर के उस प्रभुता को धन्यवाद कीजिए. परमेश्वर बोले, परमेश्वर तेरा नाम तो यूनानी युग परमेश्वर है. ഡാനിയലിന് ആ സ്വപ്നം ദൈവം പറഞ്ഞു കൊടുത്ത സമയത്ത് ഡാനിയൽ അതൊരു ഹ്യൂമിലിറ്റിയോട് കൂടി രാജാവിനോട് പറഞ്ഞില്ല. ഞാൻ ഇപ്പോഴത്തെ പല പ്രോഫറ്റ്സും പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, 25,000 രൂപ കൊണ്ടുപോവുക, 1,00,000 രൂപ കൊണ്ടുപോവുക, സീഡ് ഇട്, ഓഫറിങ് ഇട്, അങ്ങനെയൊന്നും പറയുന്ന പ്രോഫിറ്റ് അല്ലായിരുന്നു. ഡാനിയൽ പലപ്പോഴും പർപ്പിള് എന്ന് വെച്ചാൽ ആ സമയത്ത് രാജാക്കന്മാരിടുന്ന വസ്ത്രമായിരുന്നു പർപ്പിള്, റോയൽറ്റിയുടെ വസ്ത്രം. സ്വർണ്ണമാല കഴുത്തേലിടാം എന്ന് വെച്ചാൽ രാജാവ് ഇടുന്ന അറ്റ്ലീസ്റ്റ് ഒരു 20,00,000 രൂപ ഡയമണ്ടിൻ്റെ മാല മേടിച്ച് തൊടാം. ഡാനിയൽ പറഞ്ഞാൽ അതൊന്നും എനിക്ക് വേണ്ട, അതെല്ലാം നീ കൈവച്ചേക്ക്. പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ അധ്യായത്തിലോ മുന്നോട്ടുള്ള അധ്യായങ്ങളിലോ പറഞ്ഞിട്ടുണ്ട്. ഡാനിയൽ ഹ്യൂമിലിറ്റിയോടുകൂടി ഒരു എന്താ പറയുന്ന ഒരു നമ്രമായ ഭാവത്തോടു കൂടി ആ സ്വപ്നം ഇൻ്റർപ്രറ്റ് ചെയ്തു. നമ്മൾ കർത്താവ് ചിലപ്പോൾ നമുക്ക് ചിലർക്ക് നോളജ് ഉണ്ട്, ചിലർക്ക് അനുഗ്രഹങ്ങളുണ്ട്, പക്ഷെ ആ സമയത്ത് അതെല്ലാം അവരുടെ തലയിലൊരു അഹങ്കാരം കൊണ്ടുവരും. അത് വരാത്ത ആ സമയത്ത് ഒരു നമ്ര മനോഭാവത്തോടെ ഇരിക്കണം. और दानियल ने, जब ऐसी परिस्थितियां गई, दानियल ने घमंड नहीं दिखाया. दानियल को सपना पता चल गया, अर्थ पता चल गया. दानियल ने ये जाके नहीं बोला. कई बार हम जब किसी प्रॉफिट के बारे में सुनते हैं, कोई पास्टर के सुनते हैं, वो बोलते हैं अच्छा मैं तेरे लिए प्रार्थना करूँगा, तो इतना अमाउंट मेरे को देना तब मैं प्रार्थना करूँगा, इतना ऑफरिंग भेजना, इतना बीज भेजना, तभी मैं तेरे लिए प्रार्थना करूँगा. दानियल ने ऐसा कुछ नहीं बोला. दानियल ने बोला मेरे को कुछ नहीं चाहिए, और दानियल उस नम्रताई में आया, और दानियल ने अपने आप को नम्र किया राजा के सामने भी, और उस स्वप्न का और उसका अर्थ भी बताया. हम जानते हैं उस टाइम पे नबूकदनेस्सर राजा ने ये भी बोला कि जो भी सपने का अर्थ बताएगा मैं उसको माला दूंगा, हीरो का हार दूंगा, मैं उसको कपड़े दूंगा. पर दानियल ने बोला मेरे को ये सब कुछ नहीं चाहिए, ना मुझे वो माला चाहिए, ना
कोई स्टेटस चाहिए, कुछ नहीं चाहिए, बट दानियल नम्र रहा और नम्रताई के साथ उसके सामने गया, राजा के അത് सामने। 2:44 ഒരു ഇത് എഴുതിയിട്ടുണ്ട്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെ തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. और उसी दानियल 2 के 44 जब आप पढ़ेंगे उसमें लिखा है, उन राजाओं के दिनों में स्वर्ग का परमेश्वर एक ऐसा राज्य उदय करेगा जो अनंत काल तक न टूटेगा और न वो किसी दूसरी जाति के हाथ में किया जाएगा, वरन वह उन सब राज्यों को चूर चूर करेगा और उनका अंत तक कर डालेगा और वह सदा स्थिर रहेगा. യേശു കർത്താവ് 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ചർച്ച് സഭ ഇന്നും നടന്നു പോകുന്നു. അതിൻ്റെ ഇടയിൽ റോമാ സാമ്രാജ്യം വന്നു. റോമാ സാമ്രാജ്യം നശിച്ചു പോയി. ബാബിലോണിയൻ സാമ്രാജ്യത്തെ അതിനു മുമ്പേ നശിച്ചു പോയിരുന്നു. റോമാ സാമ്രാജ്യം വന്നു, ഗ്രീസ് വന്നു. നമ്മളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഹോളണ്ടുകാരുടെ രാജ്യം വന്നു, സ്പെയിൻകാരുടെ രാജ്യം വന്നു, പല രാജാക്കന്മാർ വന്നു, അലക്സാണ്ടർ വന്നു, ഹിറ്റ്ലർ വന്നു. നമ്മുടെയൊക്കെ ഒരു 200 വർഷങ്ങൾ 1800 മുതൽ ലണ്ടന് കിങ്ഡം, ഇംഗ്ലണ്ട്, യുണൈറ്റഡ് കിങ്ഡം, എന്താ പറയുക, ഇംഗ്ലണ്ടിലെ നമ്മുടെ ഇന്ത്യൻ ഭരിച്ചുകൊണ്ടിരുന്ന ഇവരുടെയൊക്കെ കിങ്ഡം വന്നു. 100-200 വർഷം ഇരുന്ന് പോയി. പക്ഷേ കർത്താവിൻ്റെ രാജ്യം, കർത്താവിനെ ആരാധിക്കുന്നവരുടെ സംഖ്യ, ചർച്ച് എല്ലാ നൂറ്റാണ്ടുകളിലും പവർഫുള്ളായി അനുഗ്രഹിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഏത് രാജാക്കന്മാർ വന്നു നിന്നാലും, ഏത് ഭരണാധികാരി വന്നു നിന്നാലും, ഭരണാധികാരികളൊക്കെ പോവും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, USSR ഒരു സമയത്ത് കർത്താവിൻ്റെ വർക്കുകൾ വളരാൻ അനുവദിക്കാത്ത ഒരു ഏരിയ ആയിരുന്നു USSR. നമ്മളൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് നശിച്ചുപോയി. അവരെല്ലാം ചിത്തഭിത്തമായി. റഷ്യ വേറെയായി, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഇവരെല്ലാം പല 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 ഭാഗങ്ങളായി പിരിഞ്ഞുപോയി. കർത്താവിൻ്റെ ദൈവം ചർച്ചിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകുന്നു. സോ ഇപ്പം പല ഭരണാധികാരികളും നമ്മളെ പേടിപ്പിക്കും, പൊളിറ്റിക്കൽ പാർട്ടികൾ പേടിപ്പിക്കും, ഞങ്ങളെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വർക്കുകളൊന്നും ഇവിടെ ഒന്നും നിൽക്കത്തില്ല. കാരണം ആ കല്ല്, ദൈവം സ്ഥാപിച്ച കോർണർ സ്റ്റോൺ, യേശുവായ തമ്പുരാനായ കർത്താവ് സ്ഥാപിച്ച ആ കല്ല്, അത് സ്ഥാപിച്ച് ഉണ്ടാക്കിയ ആ സഭകളെല്ലാം വളരും ലോകം മുഴുവൻ. സോ ഡാനിയലിൽ കൂടെ ദൈവം വരാൻ പോകുന്ന യേശുവിൻ്റെ സഭയെക്കുറിച്ചും ആ രാജാവിൻ്റെ മഹാ കിങ്ഡത്തിനെ കുറിച്ചും, കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ചും കൂടെ ആ സ്വപ്നത്തിൽ കൂടെ ഡാനിയലിനോട് ദൈവം പറഞ്ഞു. और यहाँ पे परमेश्वर ने दानियल के द्वारा यहाँ पे ये बुलवाया, जो सपने का अर्थ था कि अलग अलग राजाएं आएंगी, बट उनका किसी का भी राज्य स्थिर नहीं होगा, बट एक प्रभु का राज्य ही स्थिर होगा. आपने सुना होगा, जब आप हिस्ट्री पढ़ा होगा, हिस्ट्री में अलग अलग राज्यों के बारे में पढ़ा होगा. रोमिया का राज्य आया, अलग अलग राज्य आया, ग्रीस का आया, स्पेन का आया, हॉलैंड का आया, अलग अलग राज्य आया, हिटलर का, अलेक्जेंडर का, बहुत सारे राज्यों के बारे में आपने हिस्ट्री में पढ़ा, बाइबल में पढ़ा, बट किसी का राज्य स्थिर नहीं रहा. आपने पढ़ा USSR एक टाइम पे जो प्रभु के लिए, प्रभु के अगेंस्ट काम कर रहा था, उनका भी राज्य तितर बितर हो गया, नष्ट हो गया, अलग अलग हो गया, टूट फूट हो गया. परमेश्वर ने बोला राज्य नष्ट हो जाएंगे, टूट फूट हो जाएंगे, चितर बितर हो जाएंगे, बट एक राज्य होगा, जब प्रभु यीशु मसीह का राज्य होगा, वो अड़ा और खड़ा रहेगा. और कितना भी सताव आ जाए, वो खत्म नहीं होगा, वो बढ़ता बढ़ता जाएगा. और वही आप देख रहे हैं कलीसियाओं के लिए भी. जब दानियल के द्वारा परमेश्वर यीशु मसीह के उस बड़े कलीसिया के बारे में भी बोल रहा था कि वो जो कलीसिया का निर्माण, जो स्थापना हो रहा है, होने जा रहा है, उसको कोई भी तोड़ नहीं पाएगा, बट वो बढ़ता बढ़ता ही जाएगा. उसी प्रकार आज आप देखें कलीसियाएं बढ़ती जा रही है, मसीहों की संख्या बढ़ती जा रही है, क्योंकि परमेश्वर ने ये बोला कि कोई भी राज्य आए या जाए, बट एक राज्य वो स्थिर, अड़ा और खड़ा रहेगा. ഡാനിയൽ ബോൾഡ്നെസ്, രാജാവിനോട് സംസാരിക്കുന്ന സമയത്തും അതിന് ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത സമയത്തും, ഓഫീസിലോ കോളേജിലോ എവിടാണെന്ന് വെച്ചാലും ആ ഒരു ദൈവത്തിലൊരു അചഞ്ചലമായ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചലഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം തീയിൽ കൊണ്ടുപോയി കൈയിടാനോ, അല്ലെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് എടുത്ത് ചാടാനോ, കർത്താവിനെയും സാത്താൻ വന്ന് പറഞ്ഞല്ലോ, നീ അതെടുത്ത് അത് ചെയ്യുക, ഇത് ചെയ്യുക, കല്ലിനോട് പറ അപ്പം ആന, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. റിയലി ഒരു ചലഞ്ച് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ അറിയാതെ വിഷമെടുത്ത് കുടിച്ചാൽ പോലും അത് നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന്. പക്ഷെ അറിഞ്ഞവനെടുത്ത് കുടിച്ചാൽ ചത്തുപോകും. ആ കർത്താവിനെ, ദൈവത്തിനെ ടെസ്റ്റ് ചെയ്യുന്നതും കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ആരാ, ദൈവത്തിന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ, അതൊക്കെ നമ്മൾ ആരാ. പക്ഷേ ബോൾഡ്നെസ്, വിശ്വാസ ചിന്തകയിൽ, കാരണം ഈ ടെസ്റ്റുകൾ നടന്ന സമയത്ത് ഞങ്ങൾക്ക് പെർസിക്യൂഷനായി. കഴിഞ്ഞ 2022 27 നവംബറിലും ചർച്ച് അറ്റാക്ക് ചെയ്യപ്പെട്ടു.
അന്ന് 250-300 പേരിൽ നിന്ന് സഭയിൽ നിന്ന് 700 പേരിലേക്കായി. ആ സമയം അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റും ലെവലും ധൈര്യവും കൂടി. ഇപ്പോഴും ഓരോ ടെസ്റ്റുകൾ കഴിയുന്ന സമയത്തും ആ ഒരു വിശ്വാസം അചഞ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ദൃഢമായ വിശ്വാസമായിക്കൊണ്ടിരിക്കുകയാണ്. സോ വിശ്വാസം കേരളത്തിൽ സഭകളൊന്നും അറ്റാക്കൊന്നും ചെയ്യപ്പെടത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലില്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ യൂറോപ്പിലോ അല്ലെങ്കിൽ കാനഡയിലോ ഇല്ല. അവിടെ ചർച്ചിൽ പോകാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. നമ്മൾ ചർച്ചിലോട്ട് പോകത്തില്ല, വീട്ടിൽ ഇരുന്ന് ബർമുഡ ഇട്ട് TV കാണുന്നതേ ഉള്ളൂ, ഷോർട്സിൽ അല്ലെന്നുണ്ടെങ്കിൽ ബെഡിൽ കിടന്ന്. പക്ഷേ ഇവിടെ പല സഭകൾക്കും ആരാധിക്കാൻ പ്രശ്നങ്ങളാണ്, എന്നിട്ടും വിശ്വാസം ദൃഢമായിക്കൊണ്ടിരിക്കുന്നു. സോ ഡാനിയലിനെ പോലെ ഒരു ദൃഢമായ വിശ്വാസം കാണിക്കുക. और परमेश्वर दानियल के द्वारा ये भी समझा रहा है कि अपने विश्वास पे दृढ़ होना है, अड़े और खड़े रहना है. मैं उस विश्वास के बारे में नहीं कह रहा कि आपने आग देख लिया और आग के अंदर हाथ जाके डाल दिया. आप जानते हैं कि यीशु मसीह को भी, जब यीशु मसीह उस उपवास के बाद बाहर निकले तो शैतान ने उनका सामना किया और शैतान ने अलग अलग चीज़ बोल के बोला कि तू ये कर दे, रोटी को बोल दे तो वो खाना बन जाएगा, पत्थर को बोल दे तो वो रोटी बन जाएगा, अलग अलग चीज़ बोला. बट यीशु मसीह समझ आ गया था कि शैतान यीशु मसीह को परीक्षा में डाल रहा है. उस परीक्षा के बारे में नहीं बोल रहा, उस टेस्ट के बारे में नहीं बोल रहा, बट परमेश्वर बोलता है अपने विश्वास में और अड़े और खड़े रहो. जब आपको पता है चुनौतियां हैं, उस टाइम पे विश्वास में अड़े और खड़े रहो. परेशानियां आ रही हैं, विश्वास में अड़े और खड़े रहो. आप जानते हैं कि नॉर्थ इंडिया में, जैसे साउथ इंडिया में ऐसा सताव नहीं आता कि कलीसिया में जाके सताव कर दिया, या आप अमेरिका में देख रहे हैं, कनाडा में बैठे हैं, US में बैठे हैं, कहीं और क्षेत्र में देखे हैं, वहाँ पे ये सताव नहीं है जो यहाँ नॉर्थ इंडिया में हम लोग फेस करते हैं. वहाँ पे एक ही सताव होता है, लोग अपने बर्मुडा में शॉर्ट्स में बैठ के चर्च नहीं जाना चाहते, वही एक सताव है, वो आपको ओवरकम करना पड़ता है. बट यहाँ पे अलग एक सताव है. सो परमेश्वर हमें बोलता है अपने विश्वास में अड़े और खड़े रहो, दृढ़ रहो, बोल्ड रहो, धैर्य की आत्मा के साथ कार्य करो. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ സോവർണിറ്റി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രഭുത്വം. കർത്താവ് പ്രോമിസുകൾ തന്നിട്ടുണ്ടായിരിക്കാം എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കുള്ള. ആ പ്രോമിസുകളിൽ അടിയുറച്ച് നിൽക്കുന്നവനാണ് ദൈവം. ദൈവം ചേഞ്ച് ആകത്തില്ല. നമുക്കറിയാം, സ്വർണം എത്ര ഉരുക്കുമ്പോഴും സ്വർണത്തിൻ്റെ ആ ഒരു സ്വർണം വാല്യൂബിളായിട്ട് നിൽക്കുന്നത്. ഡയമണ്ട് അങ്ങനല്ല, മറ്റുള്ള മെറ്റൽ. സ്വർണം വാല്യൂ കൂടെ നിൽക്കുന്നത് വെച്ചാൽ അത് ഉരുക്കി കഴിഞ്ഞും നോർമലായി കഴിയുമ്പോൾ അത് ആ നോർമൽ സ്റ്റേറ്റ്, അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുത്തില്ല. അതിൻ്റെ ശുദ്ധത എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. വെള്ളത്തിലാണേലും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കപ്പലിലെ അടിയിൽ കിടന്ന ഉപ്പിക്കിടന്നിട്ട് പോലും സ്വർണ്ണമായിട്ടിരിക്കുക. അതിൽ അഴുക്ക് പിടിക്കുന്നേ ഉള്ളൂ. സ്വർണ്ണത്തിൻ്റെ ആ നേച്ചർ വെള്ളത്തിന് മാറ്റാൻ പറ്റുന്നില്ല, തീക്ക് മാറ്റാൻ പറ്റുന്നില്ല, വായുവിലിരുന്നാൽ മാറ്റാൻ പറ്റും. പല മെറ്റലുകളിലും അങ്ങനല്ല. ഇപ്പോൾ ലോഹം, ഇരുമ്പ് എവിടെയെങ്കിലും കിടന്നാൽ, വെള്ളത്തിൽ കിടന്നാൽ അത് നശിച്ചു പോകും. വായിൽ തുറന്ന് കിടന്നാൽ പെയിൻ്റ് അടിക്കാൻ ഇട്ടേക്കോണാൽ നശിച്ചു പോകും. പക്ഷേ സ്വർണ്ണത്തിനൊരു വാല്യൂ ഉണ്ട്. സ്വർണം ചേഞ്ച് ആകത്തില്ലെന്നുണ്ടെങ്കിൽ അത്രയും ലോഹങ്ങളെയും അത്രയും കാര്യങ്ങൾ നിശ്ചയിച്ച് നമ്മുടെ ദൈവം ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. അന്ന് ഡാനിയലിനെ രക്ഷിച്ച ദൈവം, ഡാനിയലിൻ്റെ രാജാവിൻ്റെ മുമ്പിൽ ഒരു അതോറിറ്റി കൊടുത്ത ദൈവം നിങ്ങൾക്കും എനിക്കും നമ്മളിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു അനുഗ്രഹമായി ഇരിക്കും. കർത്താവിൻ്റെ ആ പ്രഭുത്വത്തിനെ എപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. और ये समझना कि परमेश्वर ने जो वाचाएं, जो प्रॉमिसेस हमारे साथ किए हैं, जो वाचाओं को किया है, वो परमेश्वर पूरा करेगा. क्योंकि परमेश्वर मनुष्य नहीं है जो झूठ बोलता है. परमेश्वर बोलता है जो वाचा, जो प्रॉमिसेस मैंने तेरे साथ किए, जो वायदे मैंने तेरे साथ किए, मैं उसको पूरा करूँगा. परमेश्वर बदलने वाला परमेश्वर नहीं है. और उसके प्रभुता को हमें समझना है, उसके प्रभुता को समझते हुए हमने कार्य करना है. आपने देखा होगा कि जब सोना होता है, सोने को आप कहीं भी रख दे वो खराब नहीं होता, चाहे वो पानी में रखो, वायु में रखो, और आग में भी चला जाए तो सोना जो पिघलता है वो शुद्ध हो जाता है, वो और शुद्धता में जाता है. सो उसी प्रकार परमेश्वर का वाचा भी अड़ा और खड़ा रहता है. परमेश्वर वायदों का सच्चा परमेश्वर है, और परमेश्वर यही कहता है जो मैंने तेरे साथ प्रॉमिस किया, वायदे किया, मैं उसको पूरा करके दिखाऊंगा. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും കുടുംബവും അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമായിരിക്കട്ടെ. അടുത്ത അധ്യായത്തിൽ ഡാനിയൽ 3 നമ്മൾ പഠിക്കും. ഡാനിയൽ 1, 2 ഒന്ന് പഠിക്കുക, 3 പഠിച്ചു വെക്കുക. അടുത്ത വെള്ളിയാഴ്ച എപ്പിസോഡ് കാണുന്ന സമയത്ത് ഞാൻ പറയാൻ പോകുന്ന പെട്ടെന്ന് ഈസിലി നിങ്ങൾക്ക് മനസ്സിലാവും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമായി മാറട്ടെ. ബ്ലെസ്സിങ്സ് ഓൺ യു.